അതായത് സേനാപതി തുടങ്ങിയത് ഇങ്ങനെയാണ്. എസ് കെ സജീഷ്, ഞങ്ങൾ ഇഷ്യൂ ഉയർത്തി, അത് ലക്ഷ്യസ്ഥാനത്ത് തറച്ചു. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, അതിലാണ് ആ ബോഡി ഷെയ്മിങ്ങിനെ കൂടി ചേർത്ത് വെച്ച് ഞങ്ങൾ ഉന്നയിച്ചത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ബോഡി ഷെയ്മിങ് ഉണ്ടായത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, താങ്കൾ തന്നെയാണ് MLA-മാർ സമരം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ആ സമരം 2 ദിവസവും മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടും സഭാദിനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നാണ് സഭ പിരിഞ്ഞത്. പക്ഷേ ആ സമരം ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സമരമൊക്കെ അങ്ങനെ പിൻവലിക്കേണ്ടി വരും എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. പക്ഷേ അത് സോളാറുമായി ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു വെക്കുന്ന ഒരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. പിന്നെ മറ്റൊന്ന് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഈ നിരന്തരം പറയുന്ന നമ്പർ 1 കേരളം എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് ഒരു പരിഹാസമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ശ്രീ ശരത്ത്, ഒരു കാര്യം, അദ്ദേഹം അവസാനം പറഞ്ഞ സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് കരുതുന്നത്. കാരണം അവസാനം പറഞ്ഞ കാര്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിലും അദ്ദേഹം ബോഡി ഷെയ്മിംഗ് ഒക്കെ പറഞ്ഞിട്ട് വൈകാരികമായി കാര്യങ്ങളെ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അമ്പ് കൊള്ളേണ്ടടുത്ത് അറച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ UDF-ന്റെ MLA-മാരെ, കോൺഗ്രസ് MLA-മാരെ നോക്കി പറഞ്ഞത് പരസ്യമായിട്ട് വായിൽ നോക്കികളെന്നാണ്. ആരൊക്കെയാണ് ഉദ്ദേശിച്ചത്? അദ്ദേഹം കേട്ടോന്ന് എനിക്കറിയില്ല. കേരളത്തിലെ എല്ലാ ഒട്ടുമിക്ക മാധ്യമങ്ങളും വന്നതാണ് വായിൽ നോക്കികളെന്ന് പറഞ്ഞത്. അപ്പൊ പറയട്ടെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിലപ്പുറത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ നമ്മുടെ നാട്ടുപുറത്തൊക്കെ സാധാരണ കുറേ ആളുകൾ കൂടി അഭ്യാസം കളിക്കുന്നതിനെ 8.25 ആൾക്കൂട്ടം എന്നൊക്കെ പറയും. അത് കുറേ ആളുകൾ എന്താണ് ഒരുമിച്ച് ഇങ്ങനെ, അതല്ലേ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾക്ക് അതിനെ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും വ്യക്തിയെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. അങ്ങനെയൊന്നും മുഖ്യമന്ത്രി ഒരു വ്യക്തിയും ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ മുന്നിൽ നിന്ന് കാണിക്കുന്ന ഈ കോപ്രായത്തിന് പല നാട്ടിലും പല ഭാഷയിൽ പറയും. ഒരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത്. ഒരു 8.25 അട്ടി വെച്ച പോലെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, കുഴപ്പമുണ്ടാക്കുക എന്നുള്ള നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. അതൊക്കെ വിട്ടേക്ക്, അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ UDF എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ചാണ് ശ്രീ സേനാപതി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരു സ്ഥലത്ത് കൊടുവള്ളിയിൽ അവിടെ KSUവിൻ്റെ ഒരു ബാനർ, പ്രിൻ്റ് ചെയ്ത ബാനറാണ് കേട്ടോ, MSF തോറ്റു, മതേതരത്വം വിജയിച്ചു. MSF തോൽക്കുമ്പോഴാണ് കേരളത്തിൽ മതനിരപേക്ഷത വിജയിക്കുന്നത് എന്ന് KSU തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ അവരാണ് ഈ കൂട്ടുകെട്ട്. UDF എന്ന് പറയുന്ന ഇപ്പോൾ ഏതാണ്ട് 2 പാർട്ടി മാത്രമുള്ള ഒരു കൂട്ടുകെട്ടാണല്ലോ കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ട്. അതിൽ മതേതരത്വം ജയിക്കണമെങ്കിൽ MSF ലീഗ് തോൽക്കണമെന്ന് KSU പറയുന്നു. ബാനർ പരസ്യമായി ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പുറത്ത് വയനാട്ടിൽ ആത്മഹത്യയുടെ ഒരു പരമ്പര കഴിഞ്ഞു. കോൺഗ്രസിൽ നിൽക്കുന്നവരെല്ലാം മരിക്കുകയാണ്. അപ്പുറത്ത് മുട്ടിൽ കോളേജിൽ പകരം MSF-ൻ്റെ ബാനർ, ആ ബാനറിൽ പറയുന്ന പേരെടുത്ത് ഫോട്ടോ വെച്ച് കോൺഗ്രസിന് അവിടെയുള്ള 2 MLA-മാർ IC ബാലകൃഷ്ണൻ്റെയും T സിദ്ദിഖിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് MSF-ൻ്റെ ചിത്രസഹിതമുള്ള ബാനറിൽ പറയുന്നത് നിയമസഭ കാണാമെന്ന് വ്യാമോഹിക്കേണ്ട, പുതിയ തലമുറയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായ ഒരു കൂട്ടം, ആ കൂട്ടത്തിൻ്റെ ഇടയിൽ 2 പേർക്ക് നിയമസഭയിൽ വരാൻ വേണ്ടി പറ്റുന്നില്ല. ഒരാൾ പെർമനൻ്റായിട്ട് വരാൻ വേണ്ടി പറ്റുന്നില്ല, മറ്റേ ആൾക്ക് താൽക്കാലികം ലജ്ജ കൊണ്ട് വരാൻ വേണ്ടി പറ്റുന്നില്ല. ഒന്ന് രാഹുൽ മാങ്കൂട്ടാണ്, മറ്റൊന്ന് നമ്മുടെ മാത്യു കോൾനാടനാണ്. മാത്യു കോൾനാടൻ ഒരു കേസുമായിട്ട് പോയിട്ട് ഈ കീഴ്ക്കോടതിയിൽ തോൽക്കുമ്പോൾ പറഞ്ഞു അപ്പീൽ നൽകാനുള്ള വിധി കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി തോറ്റപ്പോൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ വേണ്ടിയിട്ടുള്ള വിധി കിട്ടിയെന്ന്. സുപ്രീം കോടതിയിലും തോറ്റു. ആ സുപ്രീം കോടതിയിൽ തോൽക്കുന്ന ഏത് കേസിനാണ്? മനോരമ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പുന്നാര മാധ്യമം, ആ മാധ്യമം ഓമന പേരിട്ട് കൊടുത്ത മാസപ്പടി എന്ന് പറയുന്ന കേസ്, ആ കേസ് വിജിലൻസ് അന്വേഷിക്കാൻ പോലും ഇല്ല എന്നാണ്. അന്വേഷിക്കണം എന്നല്ല കോടതിയിൽ പോയത്, അന്വേഷിച്ചെന്തെങ്കിലും കുറ്റമുണ്ടോ എന്നല്ല, അന്വേഷിക്കാൻ പോലും ഒന്നുമില്ല എന്ന്, ഒരു തെറ്റായ കാര്യം അന്വേഷിക്കാൻ പോലും തെളിവില്ല എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറഞ്ഞു. ഇപ്പോൾ ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയും തേടിപ്പോയതുകൊണ്ടായിരിക്കും അദ്ദേഹം നിയമസഭയിൽ വരാത്തത്. അതേ ദിവസം രണ്ടാമത്തെ ഒരു വിധിയുണ്ട് സുപ്രീം കോടതിയിൽ. അത് UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. റേഷൻ അഴിമതി കേസിൽ തന്നെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം, കുറ്റവിമുക്തനാക്കണമെന്ന്. പറ്റില്ല എന്നും അതേ ദിവസം സുപ്രീം കോടതി പറയുന്നു. ഇതാ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് ഇങ്ങനെ ആയ ഒരു കൂട്ടർ, എന്നിട്ട് നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സമരത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. ആ സമരത്തിൽ എന്തായിരുന്നു അവസാന തീരുമാനം? ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കലായിരുന്നു. അതായിരുന്നു ആവശ്യം. നിയമിച്ചിട്ടില്ലേ?
ശിവരാജൻ കമ്മീഷൻ ഉണ്ടായിട്ടില്ലേ? ശിവരാജൻ കമ്മീഷൻ തന്നെയല്ലേ ബഹുമാന്യായ ഉമ്മൻചാണ്ടിയെ 15-16 മണിക്കൂർ ചോദ്യം ചെയ്തത്? ഇതെല്ലാം കേരളം കണ്ടതാണ്. താങ്കൾ പറയട്ടെ, താങ്കൾ ഒരു കാര്യം, എനിക്ക് സംശയം, ഈ ശരത്ത് എൻ്റെ ന്യായമായ സംശയമാണ്. ഈ ശ്രീ സേനാപതി ഇവിടെ ചെയ്യുന്നത് ശ്രീ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയ എല്ലാ പഴയ കോൺഗ്രസ് നേതാക്കന്മാരെയും നമ്മളെ കൊണ്ട് 10 പറയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണോ ഈ ചർച്ചയിൽ വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഞാനതിന് കിടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്, കടകംപള്ളി അദ്ദേഹത്തെ പറഞ്ഞതിന് VD സതീശന് വക്കീൽ നോട്ട് അയച്ചിട്ടുണ്ട്. VD സതീശന് ഇതൊന്നും പ്രശ്നമല്ല. അദ്ദേഹം ഏതോ ലോകത്ത് നിൽക്കുകയാണ്. പിന്നെ കേരളം നമ്പർ 1 ആണ്. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട, തള്ളാണെന്ന് പറയും. തള്ളിയ ആളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. രാഹുൽ ഗാന്ധി തള്ളി. താങ്കൾ കേട്ടില്ലായിരുന്നോ? കേട്ടില്ലെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞിട്ട് താങ്കൾക്ക് അയച്ചു തരാം. കേരളം നമ്പർ 1 ആണ് ഭരണനിർവഹണത്തിൽ, ആരോഗ്യത്തിൽ, മറ്റു മേഖലയിൽ. രാഹുൽ ഗാന്ധിയെ പറഞ്ഞത് തള്ളിയതാണോ എന്നൊന്നങ്ങോട്ട് ചോദിക്കുക. കർണാടകത്തിലെ 2 മന്ത്രിമാർ, ആരോഗ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഈ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു. ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, മറ്റു കാര്യങ്ങളിൽ കേരളം നമ്പർ 1 ആണെന്ന്. തള്ളിയത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ, കർണാടകത്തിലെ മന്ത്രിമാരല്ലേ? രാജ്യത്തെ നയിക്കുകയാണ് കേരളം എന്നാണ് പറഞ്ഞത് കർണാടകത്തിലെ മന്ത്രിമാർ. അത് തള്ളാന്നാണോ താങ്കൾ കരുതുന്നത്? വല്ലാത്ത തള്ളാണല്ലോ കർണാടകത്തിലെ കോൺഗ്രസ്സുകാർ നടത്തുന്നത്. താങ്കൾക്ക് അത് മനസ്സിലാവുന്നില്ലേ? പിന്നെ ഇവിടെ നമ്പർ 1 ആണ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ താങ്കൾ ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടർക്ക് പരിക്ക് പറ്റിയപ്പോൾ ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയി, ശരത്ത് ഒറ്റ മിനിറ്റ്, ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നെല്ലാം ഉള്ളത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നു. നിങ്ങളുടെ കാലം കേരളത്തിൽ മലയാളികൾക്ക് ഓർമ്മയുണ്ട്. സർക്കാർ ആശുപത്രിക്ക് ധർമാശുപത്രി എന്ന് വിളിക്കുന്ന ഒരു കാലം, ഒരു കറുത്ത ദ്രാവകവും വെളുത്ത കുറച്ച് പൊടിയും കിട്ടുന്ന ഗുളികകൾ പൊടിഞ്ഞു പോകുന്ന ഒരു കാലം. ആ കാലമല്ല ഇത്. ആ കാലം മാറി. ഇന്ന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ നടക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ, കരൾ വെക്കൽ, ഇതെല്ലാം ഗവൺമെൻറ് ആശുപത്രികളിൽ നടക്കുന്ന ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം. ആരോഗ്യ മേഖലയിൽ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം 5 വർഷം കൊണ്ട് 670 കോടി രൂപയാണ് UDF സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചതെങ്കിൽ ഈ വർഷം 1498 കോടിയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. 7000 കോടിയാണ് ആകെ ചെലവഴിച്ചത്. നിങ്ങൾ 5 വർഷം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി, സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിൽ ചെലവഴിച്ചതിൻ്റെ ഇരട്ടിയിലധികം തുകയാണ് ഒരു വർഷം കേരളത്തിൽ ഈ ഗവൺമെന്റ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ വ്യത്യാസം. ആ വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഒറ്റ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാചകം കൂടി. അതായത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലവും അജയ് തറയിലിൻ്റെ കാലവും ഇവരെല്ലാം ആയിരുന്ന കാലം, രാമൻ നായരുള്ള കാലം, ഈ കാലത്തെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാമൻ നായർ ഉൾപ്പെടെയുള്ള കാലം, ആ കാലം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായ കേസാണ്. VS ശിവകുമാർ ആയിരുന്നില്ലേ മന്ത്രി, ദേവസ്വം മന്ത്രി? സ്വന്തം അനുജൻ VS ജയകുമാർ അവിടെ കട്ടതിന് 1.87 കോടി കട്ടതിന് ദേവസ്വം റിപ്പോർട്ട്, അവിടെ കമ്മീഷണർ റിപ്പോർട്ട് ഉൾപ്പെടെ വന്ന് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് നിൽക്കുകയാണ്. കുറ്റപത്രം ഉൾപ്പെടെ വന്നിരിക്കുകയാണ്, കോടതിയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ കാലത്ത് മുഴുവൻ അവിടെ കൊള്ള നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം അടിവരയിട്ട് പറയാം, ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിലിരിക്കുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന ഒരാളുടെ പേരിലും ഒരു ആരോപണം പോലും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പുകമറ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള സോണിയാഗാന്ധിക്ക് പൊക്കം കൊടുത്ത് സ്വീകരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില ആളുകളെ വെച്ച്, അതിന് മുരാരി ബാബുവിനെ പോലെയുള്ള കുറേ ആളുകളെ വെച്ച് ഞങ്ങൾക്ക് എതിരായി ചില പദ്ധതികൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതൊന്നും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. അതെല്ലാം തെളിയും. അവസാനം ഈ പ്രതിപക്ഷ നേതാവും കൂട്ടരും തന്നെയാണ് ഈ ഗൂഢാലോചനയോട് ഉൾപ്പെടെയുള്ള പിന്നിലെന്ന് കേരളം തിരിച്ചറിയും. അതാണ് കേരളത്തിൻ്റെ അനുഭവം. ഞങ്ങളൊരു കോടതിയിലും പോയിട്ടില്ല. നിങ്ങളോടാണ് കോടതി പറഞ്ഞത് പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവിന്. ഞങ്ങളുടെ ഒരു മന്ത്രിക്ക് നേരെയും ഒരാക്ഷേപം 10 വർഷമായി കോടതിയിൽ തെളിയിക്കാൻ വേണ്ടി പറ്റിയില്ല. നിങ്ങളുടെ മന്ത്രിമാരായിരുന്ന ആളുകൾ ഇപ്പോഴും കോടതി വരാന്തയിലാണ്. സ്വത്ത് കിട്ടപ്പെട്ടവരാണ്, കെ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട, ഈ മറുപടി കിട്ടും എന്ന് കരുതിയിട്ട് നിയമസഭയും ഇതുപോലെ തന്നെ എന്താക്കുക, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തടസ്സപ്പെടുത്തി കളയാം എന്ന് മാത്രം കരുതരുത്. അതേ പറയാനുള്ളൂ.